യാത്രകൾ പലപ്പോഴും പ്രിയപ്പെട്ടതാവുന്നത് അതിൻ്റെ ഉദ്ദേശത്തിലായിരിക്കില്ല, നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ അനുസരിച്ചായിരിക്കും. എന്നാൽ ഇന്ന് ഞാൻ ഒറ്റയ്ക്കൊരു യാത്രയിലാണ്. ഈയിടെയായി എൻ്റെ യാത്രയുടെ ഭാരങ്ങളെല്ലാം ആദർശിൻ്റെ തലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കംഫർട്ടും ടെൻഷൻ ഫ്രീ ആയിരുന്നു. എന്നാൽ ഇത് ഒരു തരം എസ്കേപ്പാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം മറ്റൊരാളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളെ തന്നെ നമുക്ക് നഷ്ടമാവും. പല കാര്യങ്ങളും ചെയ്യാനുള്ള ധൈര്യവും കഴിവും അറിയാതെ ചോർന്നു പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്ര ഒറ്റയ്ക്കാവാമെന്ന് തീരുമാനിച്ചത്. ടു ട്രാവൽ ഈസ് ടു ടേക്ക് എ ജേർണി ഇൻ ടു യുവർ സെൽഫ് എന്നാണല്ലോ. എപ്പോഴും കംഫർട്ടിനായി AC സ്ലീപ്പർ ബസ്സുകൾ തിരഞ്ഞെടുത്തിരുന്ന ഞാൻ ഇന്ന് KSRTC ബസ്സിലാണ് പോകുന്നത്. ചാർജ് ചെയ്യേണ്ട പ്ലഗ് പോയിന്റ് കേടുവന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം എനിക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. പുറത്തു നിന്നുള്ള കാഴ്ചയെല്ലാം വളരെ മനോഹരം തന്നെയാണെങ്കിലും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആളെ നന്നായി മിസ് ചെയ്തു. കയ്യിൽ നയാ പൈസ ഇല്ലാത്തതിനാലും ഗൂഗിൾ പേ ആശ്രയിക്കേണ്ടതിനാലും ഫോണിൽ ചാർജ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അധികം ഫോണിൽ കളിക്കാതെ പുറത്തെ കാഴ്ചകൾ ആശ്രയിക്കാമെന്നായി. കാണാനും മാത്രമുണ്ട് പുറത്തെ കാഴ്ചകൾ. വലിയ വലിയ പാറക്കൂട്ടങ്ങൾ, പച്ച പുതച്ച മലകൾ, തെളിഞ്ഞ ആകാശം. ചില സ്ഥലങ്ങളിൽ പാറ തുരന്നായിരിക്കണം ഈ റോഡ് പണിതത്. ഈ ഒരു പ്രദേശത്ത് എങ്ങോട്ട് നോക്കിയാലും ഒറ്റപ്പെട്ടു നിൽക്കുന്ന കൂറ്റൻ പാറകളാണ്. അവയ്ക്ക് ആരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള രൂപഘടനയാണ്. ഏതോ ഒരു കോട്ടയുടെ ഭാഗങ്ങളെ അനുസ്മരിക്കുന്ന വിധമാണ് അവയിലെ ചില കൊത്തുപണികൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതും വലിപ്പമേറിയതുമായ ഹൈവേ തന്നെയാണ്. എത്ര മനോഹരമായാണ് അതിനെ ഇവർ പരിപാലിച്ചു പോകുന്നത്. ബാംഗ്ലൂരിലെ പൊടിയും ചൂടുമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവ കണ്ണിന് കുളിര് നൽകുന്ന കാഴ്ച തന്നെയാണ്. യാത്ര ഒരുപാട് ദൂരം പിന്നിട്ടപ്പോൾ ഞാനിതാ ടിപ്പുവിൻ്റെ സ്വന്തം നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നു.